എല്ലാവർക്കും ഷീബാസ് രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഓണ വിഭവങ്ങളിലെ ഒരു ഇനമായ കളിയെടുക്ക അല്ലെങ്കിൽ ചീട ഉണ്ടാക്കാം. പണ്ടൊക്കെ ഉപ്പേരിയുടെ ഒപ്പം, അതായത് ശർക്കര വരട്ടിയും കാവർത്തതും ഒക്കെ വിളമ്പുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ വിളമ്പുന്ന ഒരു ഇനമായിരുന്നു ഈ കളിയെടുക്ക. ഇന്നിപ്പോൾ അതാരും അങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല. അപ്പോൾ ഇത് ടേസ്റ്റി ആയിട്ട് കടയിൽ നിന്നും കിട്ടുന്നതിലും നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഓണത്തിന് എല്ലാവരും ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കളിയെടുക്ക ഉണ്ടാക്കാം. മുൻപൊക്കെ ഓണത്തിന് എല്ലാവരുടെയും വീട്ടുകളിൽ ശർക്കര വരട്ടിക്കും കായവറുത്തതിനും ഒക്കെ ഒപ്പം ഉണ്ടാക്കുന്ന ഒരു പലഹാരമായിരുന്നു ഈ കളിയെടുക്ക. ചില സ്ഥലത്തൊക്കെ ഇതിന് ചീട എന്ന് പറയും. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാവുന്നത് നോക്കാം. ഓണം വരികയാണ്, അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിനായിട്ട് നമ്മൾ വളരെ നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് എടുക്കുന്നത്, വറുത്ത പൊടിയാണ് എടുക്കുന്നത്. ഇടിയപ്പത്തിൻ്റെയോ പത്തിരിയുടെയോ ഒക്കെ പൊടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പുട്ടിൻ്റെ പൊടി എടുക്കരുത്. പിന്നെ നമുക്കിതിന് കുറച്ച് തേങ്ങയും അതുപോലെ ചുമന്ന ഉള്ളി, അതായത് ചെറിയ ഉള്ളിയും പിന്നെ കുറച്ച് ജീരകവും കൂടി ഒന്ന് അരച്ചെടുക്കണം. ജീരകം ഒന്നുകിൽ അരച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വെറുതെ അരയ്ക്കാതെ അതിൻ്റെ അകത്ത് ഇട്ടാലും മതി. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ വേണമെന്നുള്ളവർക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർക്കാം. ഞാനിപ്പോൾ ഇതിൽ ചേർത്തിട്ടില്ല. ഇനി നമുക്ക് അരിപ്പൊടിയിലേക്ക് ഞാൻ ഒരു 1/4 കിലോ പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എള്ളിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് അയമോദകം, ഒരു 1/2 ടേബിൾ സ്പൂൺ മതിയാവും. അയമോദകം ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്, അതുപോലെ വയറിനും ഒക്കെ നല്ലതാണ്. പിന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ, ഉള്ളി, ജീരകം അതും കൂടി ഇടാം. പിന്നെ നമുക്കിതിന് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഒരു കുറച്ച് 1/4 ടീസ്പൂണോളം ജീരകവും കൂടി ഇതിനകത്തേക്ക് ഒന്ന് കടിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിൽ അരച്ചിട്ടുണ്ട്, അങ്ങനെ മാത്രം ഇട്ടാലും മതി. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം. വെളിച്ചെണ്ണയോ നെയ്യോ ഓയിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം വീണ്ടും ഒഴിച്ചു കൊടുക്കണം. അതായത് തിളപ്പിച്ച വെള്ളമാണ് ഇതിന് ഒഴിച്ചു കൊടുക്കുന്നത്. അരച്ച തേങ്ങ ഞാനിവിടെ ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തത്. അതൊക്കെ കൂടി ഇടുമ്പോഴേക്കും ഇതിന് കുഴയ്ക്കാനുള്ള കുറച്ച് വെള്ളം കിട്ടും. എന്നിട്ട് പോരാത്ത വെള്ളം നമ്മൾ കുറേശ്ശെ ഒഴിച്ചു നനച്ചെടുക്കണം. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ചീട ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനും അതുപോലെ അതിൻ്റെ കൺസിസ്റ്റൻസി ശരിയായില്ലെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പം നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇടിയപ്പത്തിൻ്റെയൊക്കെ ആ ഒരു പാകത്തിന് വേണം കുഴച്ചെടുക്കാനായിട്ട്. കയ്യിലൊട്ടാത്ത ഒരു പരുവത്തിനൊക്കെ എടുക്കണം. വെള്ളം കൂടിപ്പോവാതെ ശ്രദ്ധിക്കണം. ഇപ്പം ഈ ഒരു പാകത്തിനാണ് നമ്മളിത് എടുക്കുന്നത്. ഇനി ഇത് നമ്മൾ ചെറിയ ഉരുളകളാക്കി എടുക്കണം. ഒന്നുകിൽ ഇതുപോലെ എടുത്തിട്ട് ഓരോ ഉരുളകളാക്കി ഇങ്ങനെ കയ്യിൽ വെച്ചെടുക്കാം. പിന്നെ ഉരുളകളാക്കാനായിട്ട് പെട്ടെന്നൊരു മാർഗം എന്ന് പറഞ്ഞാൽ കുറച്ചധികം മാവ് കയ്യിലെടുത്തിട്ട് ഈ നമ്മുടെ കട്ടിംഗ് ടേബിളോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നീളത്തിൽ ഉരുട്ടിയെടുക്കുക. എന്നിട്ട് അത് കട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരേ വലിപ്പത്തിലുള്ള ഉരുളകളാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഏത് വിധത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എളുപ്പമനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാം ഇതുപോലെ ഞാൻ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്ത് കോരണം. വെളിച്ചെണ്ണയിലാണ് ഞാനിത് വറുത്തെടുക്കുന്നത്. നല്ലവണ്ണം ഒന്ന് ചൂടാകണം, ഒരുപാട് ചൂടും ആകരുത്, എന്നാൽ നല്ലവണ്ണം ചൂടാവുകയും വേണം. ആ ഒരു പരുവത്തിന് വേണം നമ്മൾ ഇതിട്ട് കൊടുക്കാനായിട്ട്. ഇത് ഒരുപാട് തീ വരുന്ന സ്റ്റൗ ആണെങ്കിൽ നമ്മൾ ലോയിൽ വയ്ക്കാം, അല്ലെങ്കിൽ നമുക്കൊരു മീഡിയത്തിനും ലോയ്ക്കും ഇടയ്ക്ക് വെച്ച് ഇത് വേവിച്ചെടുക്കുമായിരിക്കും എപ്പോഴും നല്ലത്. അപ്പം അതിൻ്റെ പുറവും ഉള്ളും എല്ലാം ഒരുപോലെ തന്നെ വെന്ത് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കരുത്. ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലാക്കി അങ്ങ് വെക്കുക. അത് കഴിഞ്ഞിട്ട് മാത്രം ഇത് ഇളക്കി കൊടുക്കുക. എണ്ണ ഓവറായിട്ട് ചൂടായി കിടക്കുകയാണെങ്കിലും ഇത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ടാവും. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം ഈ ഒരു പലഹാരം നമ്മൾ ഉണ്ടാക്കാനായിട്ട്. പിന്നെ നമ്മളിത് ഇടുമ്പോൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, ഒരുപാട് ഇടരുത്, എന്നാൽ ഒട്ടും കുറഞ്ഞും പോവരുത്.
ഒരു മീഡിയം ലെവലിലെ എണ്ണയിൽ എല്ലായിടത്തും നിരന്ന് കിടക്കുന്ന വിധത്തിൽ തന്നെ ഇതിട്ട് കൊടുക്കുക. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ അത് തിങ്ങിയിട്ട് അത് പെട്ടെന്ന് വിണ്ടിരിക്കും. ഒരുപാട് തിക്കി നിറച്ചിടാതിരിക്കുക. കുറച്ചൊന്ന് മൂപ്പായി കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത്രയുമൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഷേപ്പോട് കൂടിയ പൊട്ടാത്ത കളിയടുക്ക കിട്ടും. ഒരുപാട് ബ്രൗൺ ആവണ്ട, അതിന് മുൻപ് തന്നെ കോരിയെടുക്കണം. ഇടയ്ക്ക് ഒരെണ്ണം എടുത്തിട്ടൊന്ന് നിങ്ങളൊന്ന് പൊട്ടിച്ച് നോക്കണം, അപ്പോൾ ഉള്ളു വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. ഇല്ലെങ്കിൽ കുറച്ച് സമയം കൂടി മീഡിയം ഫ്ലെയിമിൽ ഇട്ടിരിക്കുക. ഇത്തിരിയും ബ്രൗൺ ആയി കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഹാർഡായി പോകും. അപ്പം നമുക്ക് കടിക്കാനും പൊട്ടിക്കാനും ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ ആയി വരുന്ന ടൈമിൽ തന്നെ ഇത് നമ്മൾ കോരിയെടുക്കുവാണെങ്കിൽ നല്ല കറുമുറുള്ള കളിയെടുക്ക കിട്ടും. പെട്ടെന്ന് തന്നെ നമ്മൾ കടിക്കുമ്പോഴേക്കും പൊട്ടി കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കളിയെടുക്ക ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. ഒരുപാട് ബ്രൗൺ ആകാതെ തന്നെ കോരിയെടുക്കാനും നോക്കുക. ഇങ്ങനെ നമുക്കെല്ലാം കോരിയെടുക്കാം. അപ്പോൾ 1/4 കിലോ വെച്ച് ഉണ്ടാക്കിയാൽ എനിക്ക് 2 ട്രിപ്പ് ഇടാനേ ഉള്ളൂ. അപ്പം ഞാൻ ഇതുപോലെ എല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചീട അല്ലെങ്കിൽ കടിയെടുക്ക റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.